വെൽക്കം ടു അനദർ ഡേ ഇൻ മൈ ലൈഫ്. കുറെ നാൾക്ക് ശേഷം ഇന്നാണ് ഒരു വ്ളോഗ് ഇടുന്നത്. ഇന്നത്തെ മെയിൻ പരിപാടി മൂവിയാണ്. ഒന്നല്ല രണ്ടെണ്ണം. ഫസ്റ്റ് മൂവി 5:30ക്കാണ്. ബട്ട് ഇച്ചിരി നേരത്തെ ഒരു 3:30ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഓലയിൽ എയർ കുറവായിരുന്നു, ഒരു പമ്പിക്കറി അത് സെറ്റാക്കി. അതിന് നേരെ വന്നത് എംഒടിയിലേക്കാണ്. ഫ്രണ്ടിന് ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് എംഒടിയിലെ സുഡിയോയിൽ ആദ്യം കയറി. ഇവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു, ഓണം അടുപ്പിച്ചിട്ടായിരിക്കും. ഇവിടെ നിന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്തു. എന്നിട്ട് മാക്സിലും കൂടെ ഒന്ന് കയറി. ഇവിടെ നിന്ന് ഒരു ടീഷർട്ട് ഇഷ്ടപ്പെട്ട് അതും എടുത്തു. അവൻ എംഒടിയിൽ പിന്നെ ഓണം പോപ്പും മാവേലിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് സ്റ്റോപ്പ് ബിഫോർ ദ മൂവി നമ്മുടെ യൂഷ്വൽ ജ്യൂസ് സ്പോട്ട് മാംഗോ ഷേക്ക് ആണ് പറഞ്ഞത്. ഇത് ആക്ച്വലി ഹിറ്റ് ഓർ മിസ് ആയിരിക്കും. ഇന്നത്തേത് മാങ്ങ ഭയങ്കര പഴുത്തിട്ടായിരുന്നു, സോ നോട്ട് സോ ഗ്രേറ്റ്. ഞങ്ങൾ കാണുന്ന രണ്ട് മൂവീസും ഏരീസിലാണ്. എത്തി പാർക്ക് ചെയ്തു. കാണുന്ന ഫസ്റ്റ് മൂവി ഇതാണ്, നോബഡി 2. ബെറ്റർ കോൾ സോൾ സീരീസ് ഇല്ലേ, അതിലെ മെയിൻ ആള് ബോബ് ഓഡൻകർക്ക് ആണ് ഇതിലെ ലീഡ്. ഫസ്റ്റ് ഫ്ലോറിലെ ഓഡി 5 സ്ക്രീനിലാണ് മൂവി. ഇതൊരു ഇടിപ്പടമാണ്, പ്രത്യേകിച്ച് സ്റ്റോറി ഒന്നുമില്ല. അത് ട്രെയിലർ കണ്ടാലേ അറിയാം. Now no one gets the ball. I got a fucking knife. ഒരു ഫൺ മൂവി ആയിരുന്നു. ഈ മൂവിയുടെ ട്രെയിലറിൽ തന്നെ ഇതിന്റെ ഫുൾ സ്റ്റോറി ഏകദേശം കാണിക്കുന്നുണ്ട്. അപ്പോൾ മെയിൻ ഫോക്കസ് മേക്കിംഗ് ആണ്. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ഇന്റർവെൽ വെക്കാൻ വേണ്ടി ഒരു റാൻഡം സ്പോട്ടിൽ മൂവി സ്റ്റോപ്പ് ആകും. ബട്ട് അങ്ങനെയല്ല വേണ്ട. ഈ മൂവി ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കാണണം, ബ്രേക്ക് എടുക്കാതെ. 1.5 മണിക്കൂറിന്റെ ഒരു ഫൺ വിഷ്വൽ മൂവി, അത്രേ ഉള്ളൂ. ആൻഡ് പിന്നെ ഏരീസ് ഗ്രൂപ്പിന് ഇത്രയും സബ്സിഡിയറീസ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കുറെ കൺട്രീസിൽ കുറെ സംഭവങ്ങളുണ്ട്. എനിവേ സെക്കൻഡ് മൂവി 9:30ക്കാണ്. ഈ മൂവി കഴിഞ്ഞപ്പം 7:15 ആയതേ ഉള്ളൂ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അടുത്തതിന് കയറാന്ന് വെച്ചിട്ട് വണ്ടി എടുത്ത് ഇറങ്ങി. നേരെ വന്നത് YMR സംസം വിട്ട് ഒരു കളിയുമില്ല, എപ്പോഴും സംസമാണ്. കറി, കോംപ്ലിമെന്ററി വാട്ടർമെലൺ ജ്യൂസ് ആൻഡ് നോ പോയിന്റ്സ് ഫോർ ഗെസ്സിംഗ് ദി ഓർഡർ, ഷവായി ആൻഡ് പൊറോട്ട. കഴിച്ചിട്ട് ഡ്രിങ്ക് ആയിട്ട് ഫലൂഡയാണ് പറഞ്ഞത്. നമ്മുടെ കഴക്കൂട്ടം സംസം ഇല്ലേ, അവിടുത്തെ ഫലൂഡയാണ് കുറച്ചുകൂടെ നല്ലത്. അത്തേന് എന്തോ അതിന്റെ അത്ര ടേസ്റ്റ് ഇല്ല. അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും 8:30 ആയി. പയ്യെ ഏരീസിലേക്ക് തിരിച്ചു. ആൻഡ് നെക്സ്റ്റ് മൂവി സൂ ഫ്രം സോ, മലയാളം ഡബ് ചെയ്ത കന്നഡ മൂവി. ഓഡി 2 ആണ് സ്ക്രീൻ. ഈ സ്ക്രീൻ ഭയങ്കര ചെറുതാണ്. ആൻഡ് വി മേഡ് ദ മിസ്റ്റേക്ക് ഓഫ് ബുക്കിംഗ് സീറ്റ്സ് ഓൺ ദ ബാൽക്കണി. ഒന്നാമതേ സ്ക്രീൻ ചെറുതാണ് ആൻഡ് ബാൽക്കണി കൂടെ ആകുമ്പം സ്ക്രീനിന് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ ഇവിടുത്തെ സീറ്റിംഗ് കൊള്ളാം, ഭയങ്കര കംഫർട്ടബിൾ ആണ്. സൂ ഫ്രം സോ എന്റെ എക്സ്പീരിയൻസ് ഈ സ്ക്രീൻ കാരണം മോശമായി. നല്ലൊരു സ്ക്രീനിൽ പാക്ഡ് ഓഡിയൻസ് ആയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടിരുന്ന് കാണേണ്ട ഒരു മൂവിയാണ്. നല്ല സിനിമ. കോമഡി എല്ലാം വർക്കായില്ല എനിക്ക്, ബിക്കോസ് ഓഫ് ദ സ്ക്രീൻ ഐ എം ഗെസ്സിങ്. എന്നാലും ഐ എൻജോയ്. പിന്നെ ഇമോഷണൽ പോർഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ട് എനിക്ക് ക്ലിക്കായി. മലയാളം ഡബിന്റെ ഒരു പ്രോബ്ലംസ് പറഞ്ഞില്ല. പിന്നെ ആക്ടിങ് എല്ലാവരുടെയും നൈസ്. മൈ ഫേവറേറ്റ് വാസ് ദി ഡയറക്ടർ ഓഫ് ദ മൂവി. അയാൾ തന്നെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഹി വാസ് അമേസിംഗ്. കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ. അങ്ങനെ രാത്രി 12 ആയപ്പോൾ ഞാൻ വീട്ടിലേക്ക് ഇരിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തോട്ട് കാണാം. ടാറ്റ.